ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിന് താഴെ സൗന്ദര്യവൽക്കരണം നടത്തുമെന്ന പ്രഖ്യാപനം പാഴ്വാക്കായി. മേൽപ്പാലത്തിന് താഴ്ഭാഗം നാടോടികൾ താവളമാക്കി. കഴിഞ്ഞ നവംബർ 14-നാണ് മേൽപ്പാലത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. അന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പ്രഖ്യാപിച്ച മേൽപ്പാലത്തിന് താഴെയുള്ള സൗന്ദര്യവൽക്കരണം 1 വർഷം കഴിഞ്ഞിട്ടും എങ്ങും എത്തിയില്ല. ഓപ്പൺ ജിം, ഫുഡ് സ്ട്രീറ്റ് എന്നിവ നിർമ്മിക്കുമെന്നായിരുന്നു മന്ത്രി അറിയിച്ചത്. ഇതിനായി MLA ഫണ്ടിൽ നിന്ന് 20 ലക്ഷം രൂപ അനുവദിക്കുമെന്ന് NK അക്ബർ MLAയും അറിയിച്ചിരുന്നു. സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി മേൽപ്പാലത്തിന് താഴെ ടൈൽ വിരിച്ചിട്ടുണ്ട്. പാലത്തിന് താഴെ സാമൂഹ്യവിരുദ്ധരുടെ താവളമാകാതിരിക്കാൻ ഇരുമ്പ് ഷീറ്റ് ഉപയോഗിച്ച് മറയ്ക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും നടന്നിട്ടില്ല. ഇപ്പോൾ മേൽപ്പാലത്തിന് താഴ്ഭാഗം ഉത്തരേന്ത്യൻ നാടോടികൾ കൈയടക്കിയിരിക്കുകയാണ്. തെരുവോരങ്ങളുടെ പ്രതീതിയിലാണ് നൂറുകണക്കിന് നാടോടികൾ പാലത്തിന് താഴെ തമ്പടിച്ചിരിക്കുന്നത്. ഇവർ ഭക്ഷണം പാകം ചെയ്യുന്നതും പ്രാഥമിക കൃത്യം നിർവഹിക്കുന്നതും പാലത്തിന് താഴെയാണ്. പരിസരത്ത് മലിനജലം കെട്ടിക്കിടക്കുന്നത് മൂലം പ്രദേശത്തെ വ്യാപാരികൾ പകർച്ചവ്യാധി ഭീഷണിയിലാണ്. ഈ സ്ഥിതി തുടർന്നാൽ ശക്തമായ സമരപരിപാടികളുമായി രംഗത്തിറങ്ങുമെന്ന് വ്യാപാരികൾ പറഞ്ഞു. ടൈൽ വിരിച്ച് മനോഹരമാക്കിയ ഈ റെയിൽവേ ഗേറ്റിന്റെ പടിഞ്ഞാറ് ഭാഗമാണ് ഈ കാണുന്നത്. ഈ ടൈൽ വിരിച്ചതിന് മുകളിൽ തന്നെയാണ് അവരുടെ പാചകം ചെയ്യലും അതുപോലെ തന്നെ അവരുടെ മലമൂത്ര വിസർജനം എല്ലാം ഇവിടെ തന്നെയാണ് നടക്കുന്നത്. ഗുരുവായൂർ നഗരസഭ അധികൃതർ വന്ന് ഇവിടെ പരിശോധിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവിടെ വന്ന് ജനങ്ങൾക്ക് നേരിട്ട് വന്ന് ബോധ്യപ്പെടാവുന്നതാണ്. ഇതിനോട് ചേർന്ന് കിടക്കുന്ന പറമ്പുകളിലെല്ലാം വെളിയുടെ വിസർജനം നടന്നുകൊണ്ടിരിക്കുന്നു. മലിനജലം കെട്ടിക്കെടുക്കുന്നു. ശക്തമായ പരിശോധനകളുമായി ഞങ്ങൾ മുന്നിട്ടിറങ്ങുമെന്ന് എല്ലാ അധികാരികളോടും ഞങ്ങളൊരു മുന്നറിയിപ്പ് നൽകുകയാണ്. പകൽ സമയത്ത് ജോലിക്ക് പോയി രാത്രി പാലത്തിന് താഴെ ഉറങ്ങാനെത്തുന്നവരും പകൽ സമയം മുഴുവൻ പാലത്തിന് താഴെ വിശ്രമിച്ച് രാത്രി നഗരത്തിൽ ഉറങ്ങാൻ വരുന്നവരുമുണ്ട്. ഇവർ പലപ്പോഴും മദ്യപിച്ച് വഴക്കടിക്കുന്നത് പാലത്തിന് താഴെയുള്ള പതിവ് കാഴ്ചയാണ്. ഇതിന് അറുതി വരുത്താൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ഗുരുവായൂർ.